നമസ്കാരം ടോൾ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഗർഭപാത്രത്തിന്റെ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ക്യാൻസർ, അതായത് ക്യാൻസർ ഓഫ് ദ സെർവിക്സ്, ഗർഭപാത്രത്തിന്റെ വായ, അതിന് വരുന്ന ക്യാൻസറിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 25% ക്യാൻസറിലും സെർവിക്കൽ ക്യാൻസർ ആണ്. അപ്പം നേരത്തെ കല്യാണം കഴിച്ചു വിടുന്നവര്, പിന്നെ ഡിസ്ചാർജ്, വേറെ സിംറ്റംസ് അതിലുണ്ടാവുന്നത് ഡിസ്ചാർജ്, വെള്ളപ്പൊക്ക്, അതിന് രക്തക്കറ, ബന്ധപ്പെടുമ്പോൾ ബ്ലീഡിങ്, വേദന, ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാം. കണ്ടുപിടിക്കാൻ എളുപ്പത്തിൽ 30 മുതൽ 45 വയസ്സുള്ളവർക്ക് സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട്. സ്ക്രീനിങ്ങിൽ അത് ഒന്ന് പാപ്സ്മിയർ എന്ന് പറയും. സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യിക്കേണ്ടത് അത്യാവശ്യമാണ്. അറ്റ്ലീസ്റ്റ് 2-3 കൊല്ലം കൂടുമ്പം ഒന്ന് സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യണം. ഇതിന് ഹ്യൂമൻ പാപ്പിലോമ വൈറസിന് വാക്സിനേഷൻ ഉണ്ട്. ഇത് ചെയ്തു കഴിഞ്ഞിട്ട് വാക്സിനേഷൻ നമുക്ക് ചെയ്യാവുന്നതാണ്, പ്രിവെൻഷന് വേണ്ടിയിട്ട്, വരാതിരിക്കാൻ വേണ്ടി. അപ്പം വേണ്ടത് സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്യുക. അപ്പോൾ ഹോസ്പിറ്റൽസിൽ സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതെന്തിനാ ചെയ്യുന്ന എന്ന് ചോദിക്കരുത്. അത് ചെയ്യണം. പാപ്സ്മിയർ ഒരു 4-5 കൊല്ലം കൂടുമ്പോൾ എന്തായാലും ചെയ്യണം. ആദ്യം ചെയ്താൽ അതിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് ഫോളോ അപ്പ് ചെയ്യണം അടുത്ത സ്കാനിൽ. അപ്പം ക്യാൻസർ ഓഫ് ദ യൂട്രൈൻ മൗത്ത്, സെർവിക്സ്, ഗർഭപാത്രത്തിന്റെ വായയുടെ. ഇപ്പോൾ ലോകത്തിലെ ഒരു 25 പേഷ്യൻസിനുണ്ടെങ്കിൽ 1 നമ്മുടെ ഇന്ത്യക്കാരാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഈ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ സ്ഥലത്തും ഇത് ചെയ്യുന്നതാണ്.